ഹായ് ഫ്രണ്ട്സ്, സോയ കീമ എങ്ങനെ ചെയ്തെടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായി ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുരുമുളക്, പെരിഞ്ചീരകം, ജീരകം ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് സോയയൊന്ന് വേവിച്ച് മാറ്റി വെക്കാം. തിളച്ച വെള്ളത്തിലേക്ക് 1 കപ്പ് സോയ ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു 3-4 വെള്ളത്തിൽ കഴുകി അത് പിഴിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് ജീരകം, വറ്റൽമുളക്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇവയൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് സോയയും കൂടെ ചേർത്ത് കൊടുക്കാം. സോയ ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സോയ കീമ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.